أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. മഹാനായ النبي أمامة رضي الله عنه أن رجلا سأل رسول الله صلى الله عليه وسلم ما الإيمان؟ قال إذا سرتك حسنتك وساءتك سيئتك فأنت مؤمن. മഹാനായ അബീ ഉമാമത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, ഒരാൾ വന്നിട്ട് അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മൽ ഈമാൻ, എന്താണ് മുത്തുനബിയെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈമാൻ? എന്താണ്? വളരെ ഹ്രസ്വമായ രൂപത്തിൽ, വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ, വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ആ മറുപടി പറയുകയാണ്. എന്താണ് ഈമാൻ? അള്ളാന്റെ റസൂലിന്റെ മറുപടി, സർറത്തുക ഹസനതുക, നന്മ, ഒരാൾ ഒരു നന്മ ചെയ്താൽ ആ നന്മ ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? വസാഅതുക സയ്യിഅതുക, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തതിൽ, ആ തിന്മ ചെയ്തതിൽ നിനക്ക് ഖേദം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ നീ മുഅ്മിനാണ്. ഫഅൻത മുഅ്മിനുൻ, എങ്കിൽ നീ മുഅ്മിനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടാകണം. കുടുങ്ങിയിട്ട് ചെയ്യുന്നതല്ല, ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ആരുടെയെങ്കിലും പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ല. മറിച്ച് ഒരു മൂമിനായ മനുഷ്യൻ ഒരു നന്മ ചെയ്യുമ്പോൾ അവന്റെ കൽബിൽ അത് വലിയ സന്തോഷമുണ്ടാക്കണം. ഒരു ദിക്ർ ചൊല്ലിയാൽ സന്തോഷമുണ്ടാകണം, ഒരു തറാവീഹ് നിസ്കരിച്ചാൽ ഒരു സന്തോഷമുണ്ടാകണം, ഒരു സുബഹി നിസ്കരിച്ചാൽ സന്തോഷമുണ്ടാകണം, അങ്ങനെ ഒരാളെ സഹായിച്ചാൽ സന്തോഷമുണ്ടാകണം, ദിക്ർ ചൊല്ലിയാൽ സന്തോഷമുണ്ടാകണം, സ്വലാത്ത് ചൊല്ലിയാൽ സന്തോഷമുണ്ടാകണം. സന്തോഷത്തോടുകൂടെ അത് ചെയ്യണം.
അങ്ങനെ ഒരാൾ സന്തോഷിച്ചാൽ, നന്മകൾ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകും അല്ലേ? ഖുർആൻ ഒരു ഖത്മ് തീർത്തു എന്നറിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്തൊരു സന്തോഷമാണ്. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി പൂർത്തിയാക്കിയാൽ എന്തൊരു സന്തോഷമാണ്. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ എന്തൊരു സന്തോഷമാണ്. ഒരാൾക്ക് അതേ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുത്താൽ എന്തൊരു സന്തോഷമാണ്. നോമ്പ് തുറക്കുമ്പോൾ ഒരു നന്മ ചെയ്ത സന്തോഷമാണ്. ഇങ്ങനെ ഏത് നന്മ നമ്മൾ ചെയ്താലും അവിടെ നമുക്ക് സന്തോഷം വേണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പഠിക്കുമ്പോൾ സന്തോഷം, മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ സന്തോഷം. അങ്ങനെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് സന്തോഷമുണ്ടാകണം. ഒരാളുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചാലോ ആ തെറ്റിൽ അയാൾക്ക് ഖേദം വേണം, ദുഃഖം വേണം, വിഷമം വേണം. സംഭവിച്ചു പോയല്ലോ അല്ലാഹ്. ഏത് തെറ്റായാലും, ഗീബത്തായാലും, നമീമത്തായാലും, പരദൂഷണമായാലും, അതുപോലെ തന്നെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത എന്ത് തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചു പോയാലും, എന്ത് ഹറാമുകൾ സംഭവിച്ചു പോയാലും അതിൽ അങ്ങേയറ്റത്തെ ഖേദം വേണം. അല്ലാഹ്, തെറ്റിൽ സന്തോഷിക്കുന്ന ആളുകളില്ലേ? തെറ്റിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ആരുടെയെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ട് വന്നിട്ട് ഞാൻ കട്ടടാ നല്ല ഉഷാറായി എന്ന് പറയുന്ന അഭിമാനം പറയുന്നവരുണ്ട്. നല്ല ഒരു സിനിമ പോയി നോക്കി വന്നിട്ട് സന്തോഷത്തോടുകൂടെ മോനെ ഞാൻ ഇന്ന് സിനിമ കണ്ടു, എന്താണ് അതിന്റെ ടേസ്റ്റ്, നീയും വേണമെങ്കിൽ കണ്ടോടാ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരില്ലേ? അന്യനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിലെ ആനന്ദം കണ്ടെത്തുന്നവരില്ലേ? ഉണ്ട് എത്ര എത്ര ആളുകൾ. ചിലരുടെ ഹോബി തന്നെ വേറെ ആളുകളെ കളിയാക്കലാണ്, തമാശയാക്കലാണ്, അവരെ പരിഹസിക്കലാണ്. അതിൽ ഹോബി കണ്ടെത്തുന്ന ആളുകളുണ്ട്. ടൈം പാസ്. വേറെ ആളുകളെ കുറിച്ച് മോശങ്ങൾ പറഞ്ഞ് ചിരിക്കുക, അതൊരു വല്ലാത്തൊരു ആനന്ദം, ഒരു വല്ലാത്തൊരു സുഖം. അങ്ങനെയുള്ള ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടി ക്ലബ്ബുകളുണ്ട്, അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുണ്ട്. ഒരു ദിവസം അങ്ങനെ വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് സന്തോഷിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉറക്ക് വരാത്ത ആളുകളുണ്ട്. തെറ്റ് ചെയ്താൽ എന്താണ് വേണ്ടത്? മൂമിനായ മനുഷ്യനാണോ? മൂമിനാണോ? മൂമിനാവണമെങ്കിൽ തെറ്റ് ചെയ്താൽ ഖേദം വേണം, വേദന വേണം, ദുഃഖം വേണം. സംഭവിച്ചു പോയല്ലോ അല്ലാഹ്. അല്ലാഹു അതാണ് പരിഗണിക്കുന്നത്. അല്ലാഹു അതാണ് പരിഗണിക്കുക. തൗബ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റത്തെ ഒരു ഖേദം, റബ്ബിനോട് ഖേദിച്ച് മടങ്ങുക. എത്ര വലിയ തെറ്റുകൾ ചെയ്ത ആളായാലും അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ അവിടെ ഖേദം വേണം. നമുക്ക് ചെയ്ത തെറ്റിൽ ഒരു വേദന വേണം, ഒരു ദുഃഖം വേണം. ഞാൻ ഇങ്ങനെയായി പോയല്ലോ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തെറ്റ് ചെയ്തിട്ട് ഒരു അടിമക്ക് അള്ളാഹുവിനോട് ഖേദമുണ്ടായാൽ നാഥനായ റബ്ബിനോട് ആ അടിമക്ക് പുറത്തു കൊടുക്കും. മലക്കുകൾ ചോദിക്കുമത്രേ, എന്തിനാണ് റബ്ബേ നിന്നോട് തെറ്റ് ചെയ്ത ഒരു അടിമക്ക് നീ ഇങ്ങനെ പുറത്തു കൊടുക്കുന്നത്? അപ്പൊ അള്ളാഹു പറയുമത്രേ, അയാൾ ഞാനുണ്ട് എന്ന് അയാൾ അംഗീകരിച്ചല്ലോ, അള്ളാഹുവാണ് എന്ന് ഞാനാണ് അള്ളാഹു എന്ന് അയാൾ അംഗീകരിച്ചല്ലോ,
ആ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നോട് ഒരു ഖേദം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കരുത്, ഒരിക്കലും സന്തോഷം ഉണ്ടാകരുത്. ഒരു തെറ്റും, ആ തെറ്റുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഏതെല്ലാം പെടുമോ അതൊക്കെ പെടും. ചെറിയ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും. അവരൊക്കെ ഏതെങ്കിലും സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസുകളോ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് കണ്ടിട്ട് വന്നിട്ട് അതിലെ കാഴ്ചകൾ ഇങ്ങനെ പറയുകയാണ്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു. വേറെ കുട്ടികൾ നല്ല സിനിമ നോക്കിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ആ സിനിമയിലെ ഓരോ രംഗങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കും. അപ്പൊ അതിങ്ങനെ കേട്ട് കുത്തിരിക്കാൻ നല്ല രസാണ്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, തെറ്റുകൾ അറിയാതെ സംഭവിച്ചു പോകുന്ന കാലഘട്ടങ്ങൾ. അള്ളാഹു നമുക്ക് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. മനുഷ്യ സഹജമാണ്, അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ എത്ര വലിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയാലും ആ തെറ്റിൽ ഖേദം ഉണ്ടെങ്കിൽ അയാൾ മുഅ്മിനാൻ. ഫഅൻത മുഅ്മിനുൻ, നീ മുഅ്മിനാൻ. അപ്പൊ നേരെ അക്സ് എന്താണ്? ഒരാള് നന്മ ചെയ്തിട്ട് അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല, ഒരാള് തെറ്റ് ചെയ്തിട്ട് അയാൾക്ക് ഖേദം വരുന്നില്ല എങ്കിൽ അയാള് മൂമിനല്ല. മൂമിനല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണുള്ളത്? ഹൃദയാന്തരങ്ങളിൽ നിന്ന് നമ്മൾ സ്വന്തത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുക. അങ്ങനെ ഒരാൾക്ക് തിന്മ ചെയ്തിട്ട് ഖേദം വരുന്നില്ല, നന്മ ചെയ്തിട്ട് സന്തോഷം വരുന്നില്ല. നിങ്ങൾക്കില്ലേ ഖുർആൻ ഓതി കഴിയുമ്പോ ഒരു സന്തോഷമില്ലേ? ഇല്ലേ? ചോദിക്ക്, ഓരോരുത്തരും ചോദിക്കും, കൽബിനോട് ചോദിക്കില്ലേ? ഉണ്ട്. തറാവീഹ് നിസ്കാരം കഴിയുമ്പോ ഒരു സന്തോഷമില്ലേ? ഇല്ലേ? ഉണ്ട്. നോമ്പ് തുറക്കുമ്പോ ഒരു സന്തോഷമില്ലേ? ഉണ്ട്, ഉണ്ടാവണം. ഏത് നന്മകൾ ചെയ്താലും 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർത്താൽ ഒരു സന്തോഷം. മദനീയം പരിപാടി കഴിയുമ്പോൾ ഒരു സന്തോഷം, അല്ലെ? മദനീയം പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവർക്ക് ആ പരിപാടി കഴിയുമ്പോൾ ഒരു സന്തോഷം അതുണ്ടാവും. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് അത്. പരിപാടി വലിയ ഉഷാറായി എന്നുള്ള സന്തോഷമല്ല. ഒരു നല്ല നന്മയാർന്നൊരു പരിപാടി ഞാൻ ചെയ്തല്ലോ, ഖുർആൻ ഓതിയല്ലോ, ദിക്ർ ചൊല്ലിയല്ലോ, ഹദ്ദാദ് ചൊല്ലിയല്ലോ, മുത്തു റസൂലുള്ളാഹി തങ്ങളോട് 100 തവണ ഞാൻ സലാം പറഞ്ഞല്ലോ, മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ പാടിയല്ലോ, ഖദീജ ഉമ്മാന്റെ മദ്ഹ് ഞാൻ പാടിയല്ലോ. സന്തോഷമില്ലേ? സന്തോഷം ഉണ്ടാവും. സന്തോഷം വേണം. അല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അയാൾക്ക് ചില ആളുകളുണ്ട്, എപ്പം നോക്കിയാൽ അയാൾ ഒറ്റ നിർത്താം, ഒന്നിനുണ്ടാവൂല. അയാൾ ചോദിച്ചാലും മറുപടി ഇല്ല, ഒന്നുമില്ല. എന്ത് മുമ്പിൽ നടന്നാലും ഒറ്റ നിർത്തി നിൽക്കുന്ന ആൾ. അങ്ങനല്ലല്ലോ. നന്മ ചെയ്താലും കൽബിൽ സന്തോഷം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് സന്തോഷം വേണം. തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഖേദം വേണം. അങ്ങനെയുണ്ടായാൽ അത് മുഅ്മിനിന്റെ വലിയ അടയാളമാണ്. എന്താണ് ഖേദം? അല്ലാ, ഞാൻ ഈ തെറ്റ് ചെയ്തു പോയല്ലോ, റബ്ബിന്റെ ശിക്ഷ വലിയ കഠോരമാണല്ലോ. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഓ വിശ്വാസികളെ, ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് കരയാൻ സമയമായിട്ടില്ലേ? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് ചോദിക്കുകയാണ്, തെറ്റുകാരായ അടിയാറുകളെ, വിശ്വാസികളെ,
ആ ചെയ്തു പോയ തെറ്റില് ഖേദിച്ച് നാഥനായ റബ്ബിനോട് കരയാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? റമദാനിന്റെ 8 ദിവസം കഴിഞ്ഞല്ലോ, 7 ദിവസമായല്ലോ. റമദാനിന്റെ 7 ദിവസമായല്ലോ. ഏതെങ്കിലും ഒരു രാത്രിയിൽ അത്താഴത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞവരുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു രാത്രിയിൽ കരഞ്ഞോ? കഴിഞ്ഞ 7 രാത്രികൾ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു രാത്രിയിൽ കരഞ്ഞോ? കണ്ണിന്ന് വെള്ളം വന്നില്ല. അള്ളാഹുവിനെ ഓർത്ത് കണ്ണിന്ന് കരയാൻ സമയം കിട്ടിയില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടീന? ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടീന? കിട്ടീന് അല്ലേ? എല്ലാത്തിനും സമയം ഉണ്ടായിന്. എന്തിനാ സമയം ഇല്ലാതിരുന്നത്? ഒന്നിനില്ല, എല്ലാത്തിനും സമയം ഉണ്ടായിന്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു രാത്രി അള്ളാഹിനെ ഓർത്ത് കരഞ്ഞോ? കരയാൻ നമ്മൾ സമയം കണ്ടെത്തിയോ? കരച്ചില് വരൂല? വരും. നല്ല മനസ്സോടെ കൂരാക്കൂരിരുട്ടിലിരുന്ന് റൂമിന്റെ അകത്തളങ്ങളിൽ ആരും കാണണ്ട, ആരും അറിയണ്ട. അല്ലാഹ് ചോദിക്കുകയാണ്, അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് കരയാൻ സമയമായില്ലേ മുഅ്മിനീങ്ങളെ? പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിനോട് പാപമോചനത്തെ തേടി ചെയ്തു പോയ സംഭവങ്ങളിൽ, തെറ്റുകുറ്റങ്ങളിൽ എന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു പോയി അല്ലാ എന്ന് പറഞ്ഞ് നാഥനായ റബ്ബിന്റെ മുന്നിൽ ഒരു തുള്ളി കണ്ണുനീര് ഊറ്റിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ചോദിക്കുന്ന ഞാൻ വലിയ നല്ല ആളായതുകൊണ്ട് പറയുകയല്ല. അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞ രാത്രിയിലും അല്പസമയം നാഥനായ റബ്ബിനെ ഓർത്ത് കരയാനുള്ള സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് പറയാലോ, വിശ്വാസികളുടെ ഖൽബുകളിൽ, ഹൃദയാന്തരങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറയാമല്ലോ. കരയണം, അള്ളാഹുവിനെ ഓർത്തൊരു തുള്ളി കണ്ണുനീര് വരണം. അപ്പൊ ചോദിക്കും, ഉസ്താദേ കരച്ചില് വരുന്നില്ല? ഉമ്മ മരിച്ചപ്പോ കരഞ്ഞിട്ടില്ലേ? എങ്ങനെയാ കരച്ചില് വന്നത്? ഭർത്താവ് മരിച്ചിട്ട് കരച്ചില് വന്നില്ല? എത്ര കരഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ട്. മക്കൾ മരിച്ചിട്ട് കരഞ്ഞിട്ടില്ലേ? കണ്ണിന്ന് കണ്ണുനീര് എത്രയാ ഒഴുക്കിയത് മക്കൾ മരിച്ചിട്ട്. കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ടപ്പോ അറിയാതെ കണ്ണുനീര് വന്നിട്ടുണ്ട്. എന്തേ ആ കണ്ണുനീര്? നാഥനായ റബ്ബിന്റെ വിഷയത്തിൽ വരുന്നില്ല? വരും. മനസ്സറിഞ്ഞ് ഏകാന്തതയിലിരിക്കണം. ആളുകൾ കാണുന്ന സ്ഥലത്ത് പോയിരുന്നാൽ അവർ കരച്ചിൽ വരൂല. ഒറ്റക്കിരിക്കണം. എന്നിട്ട് നാഥനായ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കണം. നല്ല ഭക്ഷണം അല്ലാഹു എനിക്ക് തന്നു, നല്ല പാർപ്പിടം അല്ലാഹു എനിക്ക് തന്നു, നല്ല ഭർത്താവിനെയും മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ തന്നു. ഇനി തന്നില്ല എങ്കിൽ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അല്ലാഹു ഈ ദുനിയാവിൽ ഒരു മൂമിനായി ജീവിക്കാനുള്ള അവസരം അല്ലാഹു തന്നല്ലോ. ചിന്തിച്ചാൽ കരച്ചിൽ വരും. ഏതൊരു മൂമിനിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ വരും. അവസാനം റബ്ബേ അങ്ങനെയൊക്കെയാണ് ഞാനെങ്കിലും. തേങ്ങിക്കരച്ചിലുകൾ അങ്ങനെയല്ലോ. നിങ്ങൾക്ക് കരയുന്നില്ലെങ്കിൽ നിങ്ങൾ കരച്ചിൽ ഉണ്ടാക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരച്ചിൽ ഉണ്ടാക്കണം. തേങ്ങി തേങ്ങി തുടങ്ങണം. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ കരയാൻ വേണ്ടി ആഗ്രഹിച്ചാൽ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉസ്താദ് അവറുകളെയായിരിക്കും. ഉസ്താദ് അവറുകളെ കുറിച്ച് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും അറിയാതെ എനിക്ക് കണ്ണുനീര് വരാറുണ്ട്. ഞാനതൊരു ഫവർ പറയുകയല്ല, അതൊരു വല്ലാത്ത ഹൃദയപരമായൊരു ബന്ധമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും
ഇന്ന് ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം ഒരു നിമിത്തവും ഒരു കാരണവുമായി ഞാൻ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ പൊരുത്തമാണ്. അത് ഞാൻ അറിയാതെ ചിന്തിച്ചാൽ വാർദ്ധക്യ സമയത്തും ഉസ്താദ് നമ്മളെ ഓർക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും നമുക്ക് വേണ്ടി ഓടി നടക്കുകയും ഇസ്സത്തുണ്ടാക്കി തരികയും ചെയ്തല്ലോ റബ്ബേ എന്ന് ഓർത്താൽ എനിക്കറിയാതെ കരച്ചിൽ വരാറുണ്ട്. ആ കരച്ചിൽ നിന്ന് ഞാൻ പല ചിന്തകളിലേക്കും ചെയ്തു പോയ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും പോകും. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. കരച്ചിൽ തീരെ വരുന്നില്ല. മരിച്ച മോനെ കുറിച്ച് ഓർത്തു നോക്കപ്പോൾ കരച്ചിൽ വരും. ആ കരച്ചില് നാഥനായ റബ്ബിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. കരച്ചിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരച്ചിൽ ഉണ്ടാക്കണം. ഉണ്ടാക്കി കരയുമ്പോൾ സ്വാഭാവികമായും ആ കരച്ചില് ഒരു യാഥാർത്ഥ്യത്തിലുള്ള കരച്ചിലായി മാറും. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ്? തെറ്റുകൾ ചെയ്ത മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് അറിയാതെ നമ്മുടെ ഭാഗത്തു നിന്ന് ഖേദങ്ങൾ ഉണ്ടാകണം. ആ ഖേദങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 7 രാവുകൾ കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു രാവിൽ ഞാൻ അള്ളാഹുവിനെ ഓർത്ത് ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർത്ത് എൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് ഞാൻ ഒലിപ്പിച്ചോ അല്ലാ എന്ന് ചിന്തിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. റമളാന് കഴിഞ്ഞിട്ട് ഓർത്തിട്ട് കാര്യമില്ലല്ലോ. റമളാനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങോട്ടാ പറയാ, എല്ലാം അവസാനം പറയാം. 30 ദിവസമായില്ലേ കരഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. 29 ദിവസമായില്ല നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാനെ ഓർത്ത് കരഞ്ഞോ എന്ന് ചോദിച്ചാൽ പിന്നെ കരയാനുള്ള സമയം ഉണ്ടാവൂല, ഓർത്തിട്ടുണ്ടാവൂല. ഇപ്പൊ തന്നെ ചോദിക്കുന്നത് എന്താണ്? ഇനിയുള്ള ദിവസങ്ങളും രാത്രികളും നമുക്കതിന് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ റബ്ബിനെ ഓർത്ത് കരയുന്ന ഒരു കണ്ണുനീര്, ഒരു ഒറ്റത്തുള്ളി കണ്ണുനീര് അള്ളാഹുവിനെ ഓർത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വീണാൽ അത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. അത് നരകത്തിലെ തീയിനെ അണക്കാൻ കഴിവുള്ള കണ്ണുനീരാണ്. കടലിലെ വെള്ളങ്ങളെല്ലാം കോരി കോരി വാരിക്കോരി ഒഴിച്ചാലും ഒരിക്കലും കടലിലെ ആ വെള്ളം കൊണ്ട് നരകത്തിന്റെ തീയണക്കാൻ കഴിയൂല. പക്ഷേ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെയോർത്ത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെയോർത്ത് ഹബീബായ തങ്ങളെയോർത്ത് ഒരിറ്റ് കണ്ണുനീര് കണ്ണിലൂടെ വന്നാൽ ആ കണ്ണുനീര് നരകത്തിലെ തീയിനെ അണക്കാനും ശക്തിയുള്ള കണ്ണുനീരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് വിഷയം അതിലേക്ക് കടന്നാൽ നീണ്ടുപോകും. നമ്മുടെ ഇന്നത്തെ വിഷയം സയ്യിദുനാ അബ്ദുൽ മുത്തലിബ് മഹാനവറുകളെ കുറിച്ച് പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് അവര് കടന്നു വരുന്നത്. അവര് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. കാരണം നീണ്ട വർഷക്കാലം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ വളർത്തിയത് അബ്ദുൽ മുത്തലിബാണ്. എല്ലാരും മരണപ്പെട്ടല്ലോ, ഉമ്മയില്ല. ഉപ്പയാകുന്ന മകനാ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇല്ല. വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടമായിരുന്നു. ആരാണ് വളർത്തിയത്? അതിന് അല്ലാഹു സൗഭാഗ്യം നൽകിയ മഹാനാണ് അബ്ദുൽ മുത്തലിബ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചെറിയ നിസ്സാരമായൊരു കാര്യമാണോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്താനും പോറ്റാനും പരിചരിക്കാനും ഒരാൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് അല്ലാഹു കൊടുത്ത മഹത്വല്ലേ, അള്ളാഹു കൊടുത്ത ബഹുമാനമല്ലേ, അള്ളാഹു കൊടുത്ത ആദരവല്ലേ? അതിനേക്കാളും വലിയ മഹത്വം വേറെയുണ്ടോ? അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് മുത്തുനബിയെ കാണാൻ വേണ്ടി കൊതിക്കുകയാണ്, ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കൊതിക്കുകയാണ്, അതിനു വേണ്ടി സ്വലാത്തുകൾ ചൊല്ലുകയാണ്, അതിനു വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. എന്നാൽ ഇതല്ലല്ലോ, ഇത് മുത്തുനബി അനുഭവിക്കുകയാണ്, കയ്യിലെടുക്കുകയാണ്, താലോലിക്കുകയാണ്, ചുമലിലേക്ക് എടുത്തു വെക്കുകയാണ്, കളിപ്പിക്കുകയാണ്, ചിരിപ്പിക്കുകയാണ്, കൂടെ നടക്കുകയാണ്. എല്ലാവരുടെയും മുന്നില് ആ പൊന്നാര മകന് അഭിമാനമുണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങള് അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോ ആ അബ്ദുൽ മുത്തലിബിന്റെ വിഷയത്തില് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങള് എത്രമാത്രം സന്തോഷിച്ചിരുന്നു. ഖൈബറിന്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന സമയം, എല്ലാവരും ഭയചികരായി നിൽക്കുന്ന ഒരു സമയം, വലിയ പ്രതിസന്ധിയുടെ ഘട്ടം. ആ ഘട്ടങ്ങളിൽ ആത്മാഭിമാനത്തോടുകൂടെ ശത്രുക്കളുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചത് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. കളിക്കണ്ട എന്നോട് അതിന്റെ അർത്ഥം. കളിച്ചാൽ വിവരറിയും, ആ രക്തമാണ് എന്റെ ശരീരത്തിൽ ഓടുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ആളൊന്നുമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമയത്ത് ഖൈബറിന്റെ യുദ്ധവേളയിൽ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കി സധൈര്യം പറയണമെങ്കിൽ ആ അബ്ദുൽ മുത്തലിബിന് ഒരു പ്രത്യേകത വേണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആരെങ്കിലും മോനൊന്നുമല്ല. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മക്കയുടെ ഭരണാധികാരിയായിരുന്നു. മക്ക ഭരിച്ചത് അബ്ദുൽ മുത്തലിബായിരുന്നു. ആ ഭരണം എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലേക്ക് എത്തിയത്? ആ രാജ്യത്തിന്റെ ഭരണാധികാരി, ആ നാട്ടിലെ എല്ലാവർക്കും സുസമ്മതനായ ആൾ. എല്ലാവരും അവരുടെ മുന്നിൽ പേടിച്ചിരുന്നു, എല്ലാവരും അവരുടെ മുന്നിൽ വിറച്ചിരുന്നു, എല്ലാവർക്കും അവരെ കുറിച്ച് പേടിയായിരുന്നു. ആ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് ഞാൻ. ആത്മാഭിമാനത്തോടെയുള്ള പറച്ചിൽ. അപ്പൊ ആ അബ്ദുൽ മുത്തലിബിനൊരു മഹത്വമുണ്ട്. മുത്തുനബിയെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പഠിക്കാതിരിക്കാൻ കഴിയില്ല. ചരിത്രങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ആ യാത്രയിൽ ആരാണ് അബ്ദുൽ മുത്തലിബ്? ഒറ്റ ഒരു വാക്ക് മതി, അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വാക്ക് മതി നമ്മുടെ ആ അബ്ദുൽ മുത്തലിബ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ. വിശദീകരണങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. അത്രയും വലിയ മഹത്വമുള്ളവരാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുപോലെ നോക്കി. അബ്ദുൽ മുത്തലിബ് നല്ല സുമുഖനായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷൈബ എന്നാണ് പേര്. ചെറിയ പ്രായത്തില് അവരുടെ ശരീരത്തിലെ ഒരു മുടി, അതൊരു വെളുത്ത മുടിയെ കണ്ടു. പ്രസവിച്ച സമയത്ത് ഉമ്മ അബ്ദുൽ മുത്തലിബാകുന്ന ഷൈബ എന്നവരുടെ തലയിൽ ഒരു വെളുത്ത മുടി കണ്ടു. അപ്പൊ ആ മുടി കണ്ടപ്പോ ആ കുട്ടിക്ക് അങ്ങനെ പേരിട്ടതാണ് ഷൈബ. ഷൈബ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം എന്നൊരർത്ഥം അതിനുണ്ട്. ഓരോരോ കാര്യകാരണങ്ങൾക്ക് ബന്ധമായിട്ടാണ് ചിലപ്പോ പേരൊക്കെ വിളിക്കുക.
നല്ലൊരു പേരാണ്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളം മകന്റെ ശരീരത്തിലെ മുടിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പേര് വെച്ചു, ഷൈബ. പക്ഷെ ആ പേര് ആർക്കും പിന്നീട് എല്ലാവരും അബ്ദുൽ മുത്തലിബ് തന്നെയാ വിളിച്ചത്. എന്താണ് അതിനൊരു കാരണം? മുത്തലിബ് എന്ന് പറയുന്ന ഒരാളുണ്ട്. മുത്തലിബ് എന്ന് പറയുന്ന മക്കയിലെ ഭരണാധികാരിയും മക്കയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരാള്. അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായിട്ട് വരും. എളാപ്പയായിട്ട് വരും എന്ന് പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയാകുന്ന ഹാഷിം, അബ്ദുള്ള എന്നവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ബാപ്പ ഹാഷിം, മുത്തലിബ് എന്ന അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ബാപ്പ അഥവാ ഷൈബത്തിന്റെ ബാപ്പ ഹാഷിം എന്നവരാണ്. ഈ ഹാഷിം എന്നവരുടെ സഹോദരനാണ് മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ സഹോദരൻ അഥവാ ഹാഷിം എന്നവരുടെ സഹോദരനാണ് മുത്തലിബ്. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ എളാപ്പ, മുത്തുനബിയുടെ എളാപ്പല്ല, അബ്ദുൽ മുത്തലിബിന്റെ എളാപ്പ, ഉപ്പാന്റെ സഹോദരൻ. ഈ മുത്തലിബ് എന്നവരായിരുന്നു മക്കയുടെ ഭരണാധികാരി. അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. മുത്തലിബ് എന്നവര് ഈ മക്കയുടെ ഭരണാധികാരിയും മക്കയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതും എല്ലാവർക്കും സർവസുസമ്മതനും അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു മുത്തലിബ്. പിന്നെ എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് ആയത്? ഷൈബ എന്ന് പറയുന്ന ആള് അബ്ദുൽ മുത്തലിബ് ആയത് എങ്ങനെയാണ്? അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ ഉപ്പയുടെ ഉപ്പയായ ഉപ്പാപ്പയായ ഹാഷിം, യഥാർത്ഥത്തിൽ അതിനൊരു വലിയ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അതിനൊരു ചരിത്രപരമായൊരു ബന്ധമുണ്ട്. കാരണം മദീന എന്ന് പറയുന്ന ഒരു നാടുമായി ചെറിയ തന്റെ ഉപ്പാപ്പയുടെ ബന്ധമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ മദീനയിൽ മുത്തുനബിയെ സ്വീകരിക്കേണ്ടത് മുത്തുനബിയുടെ ഉപ്പാപ്പയുടെ കുടുംബക്കാര് തന്നെയായിരിക്കണം, ഖസ്റജികളായിരിക്കണം, മദീനയിലുള്ള ആളുകളായിരിക്കണം, അവർ മുത്തുനബിയുമായി ബന്ധമുള്ളവരായിരിക്കണം. ആ നാടുമായി മുമ്പേ ബന്ധമുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് അള്ളാഹുവിന്റെ ഹിക്മത്തും നാഥനായ റബ്ബിന്റെ തീരുമാനവുമാണ്. ഏതോ ഒരു നാട്ടിലേക്ക് വലിഞ്ഞു കയറി പോയതല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് വെറുതെ വലിഞ്ഞു കയറി പോയതല്ല, ഉമ്മാമാന്റെ നാട്ടിലേക്ക് പോയതാണ്. അതിന് അള്ളാഹു ഒരു കാരണമുണ്ടാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുത്തലിബ് എന്നവരും മുത്തലിബിന്റെ സഹോദരനായ ഹാഷിം എന്നവരും അവര് മക്കയിലാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഹാഷിം മദീനയിലെത്തുന്നത്? എങ്ങനെയാ മദീനയിൽ എങ്ങനെയാണ് ഈ ഷൈബ എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബ് എങ്ങനെയാണ് വളരുന്നത്? നാഥനായ റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖളാണ്. കാരണം മക്കയിൽ നിന്ന് പിന്നീട് ആ നാട്ടിലേക്ക് ഒന്നുമില്ലാത്തൊരു നാട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ അതിന് വിലയുണ്ടാവും. അതേ സമയത്ത് എന്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് പോകാലോ. നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കുന്നു. എന്താ പഠിക്കണത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ ചെറിയ പിഞ്ചു പൈതലുള്ള 6 വയസ്സുള്ള സമയത്ത് മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് എന്തിനാ പോയത്?
6 വയസ്സുള്ള സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ എന്തിനാണ് മുത്തുനബി മദീനയിലേക്ക് പോയത്? ഇങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും കുറെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ മറുപടി, അബ്ദുള്ള എന്നവർ അഥവാ മുത്തുനബിയുടെ ബാപ്പ, ആ ബാപ്പാന്റെ ഖബറുള്ളത് മദീനയിലാണ്, ബാപ്പാന്റെ കുടുംബക്കാരുള്ളത് മദീനയിലാണ്. ആ മദീനയിൽ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ് 6-ാമത്തെ വയസ്സിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വാഭാവികമായ ഒരു സംശയം വരികയാണ്, എന്തിനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ, എങ്ങനെ ബാപ്പാന്റെ ഖബർ എങ്ങനെ മദീനയിൽ വന്നു? മക്കത്താണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ചത്. ഈ ജനിച്ച നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ബാപ്പയാകുന്ന അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എങ്ങനെ മദീനയിലെത്തി? എന്തേ മദീനയിൽ വെച്ച് മരിക്കാനുള്ള കാരണം? സ്വാഭാവികമായി ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് കുറെ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, എങ്ങനെയാണ് ഉപ്പാന്റെ ഖബർ മദീനയിലെത്തിയത്? അള്ളാഹുവിന്റെ നിയോഗമാണ്, നിശ്ചയമാണ്, അത് വേറെ വിഷയം. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചരിത്ര പശ്ചാത്തലങ്ങളുമുണ്ട്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അതെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനാണ്. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനാണല്ലോ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഈ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മദീനയിലെത്തിയത്? മദീന ഉമ്മാന്റെ നാടാണ്. അബ്ദുള്ള എന്നവരുടെ ഉമ്മ സൽമ, ആ സൽമ എന്നവരുടെ അല്ല, അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മാന്റെ നാടാണ്. എങ്ങനെയാണത് വന്നത്? ഉമ്മാമാന്റെ നാടാണ്. ആ ഉമ്മാമാന്റെ നാട് എങ്ങനെയാണത് മാറിയത്? ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്നാണ് മുത്തുനബിയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പയായ ഹാഷിം എന്നവര് കല്യാണം കഴിക്കുന്നത്. സൽമ എന്നാണ്. സൽമ ബിൻത് അംർ, അതാണ് ആ ബീവിയുടെ പേര്. അംർ എന്നവരുടെ മകൾ സൽമ. അപ്പൊ മുത്തുനബിയുടെ ഉമ്മാമയാണ് സൽമ ബീവി. മാഷാ അല്ലാഹ്. അപ്പൊ അബ്ദുൽ ഹാഷിം എന്നവര് അഥവാ മുത്തുനബിയുടെ ഉപ്പയുടെ ഉപ്പ, അവര് കല്യാണം കഴിക്കുന്നത് മദീനയിൽ നിന്നാണ്. മക്കയിൽ അവർക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. മക്കയിൽ അവർക്ക് ഭാര്യയും കുടുംബങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മദീനയിൽ പോയപ്പോൾ അവിടെ ഒരു കല്യാണം കഴിച്ചു. ഈ കല്യാണം അന്ന് 2 കല്യാണം കഴിക്കുക, പിന്നീട് 2 കല്യാണം കഴിക്കുക എന്നുള്ളത് വ്യാപകമായി. അള്ളാഹിന്റെ ഖുർആൻ സമ്മതം കൊടുത്തല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ സമ്മതം കൊടുത്തു 4 വരെ കല്യാണം കഴിക്കാം. എല്ലാ നിയമങ്ങളൊക്കെ ഈ 4 വരെ കല്യാണം കഴിക്കാം എന്നുള്ള ആയത്ത് ഓതുന്ന സമയത്ത് ഫാത്തിമ ബീവി മെല്ലെ ഖുർആന് ഒച്ചത്തില്, അഥവാ ഭർത്താവായ അലിയാർ തങ്ങളുടെ മുമ്പില് ഖുർആന് കുറച്ച് ശബ്ദത്തിൽ ഓതുന്നെങ്കിലും ആ ആയത്ത് ആ ഭാഗത്തുമ്പോ ഫാത്തിമ ബീവി ശബ്ദം താഴ്ത്തിയത്ര. ഫാത്തിമ ബീവി ശബ്ദം താഴ്ത്തി. അങ്ങനെ ശബ്ദം താഴ്ത്തിയപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമക്ക് പകരം വേറൊരാളും ആവുകയില്ല. എന്റെ ഫാത്തിമക്ക് പകരം വേറൊരാളും ആവുകയില്ല. ഫാത്തിമ ബി എന്തിനാണ് ഈ ആയത്തിൽ ശബ്ദം കുറച്ചെന്തിനാ? അലിയാർ തങ്ങൾ വേറെ കല്യാണം കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഏതൊരു പെണ്ണിനും ഇഷ്ടപ്പെടില്ലല്ലോ. എത്ര വലിയ ഭർത്താവായാലും ആ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെടാത്ത ആൾ ആരാ ചോദിച്ചാൽ സ്വന്തം ഭാര്യ തന്നെ. ഒരു ഭാര്യക്ക് അത് ഇഷ്ടമുണ്ടാവൂല. പലരൊക്കെ പല ആരോപണങ്ങളൊക്കെ പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഞാൻ വേറൊരു കല്യാണം കഴിച്ചതാണ് ആരോ ഒരാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ കല്യാണം കഴിച്ചാലേ ആ പെണ്ണിന് ഒരു പേരുണ്ടാവൂലേ, ആ പെണ്ണിനൊരു നാടുണ്ടാവൂലേ? വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ പറയാണ്, വെറുതെ ഇങ്ങനെ വർത്തമാനങ്ങൾ പറയാണ്, ഫിത്ന ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇത് എന്റെ ഭാര്യന്റെ അടുത്ത് എത്തി. എന്നോട് ചോദിച്ചു, കല്യാണം കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. പെണ്ണുങ്ങന്മാർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലോ.
പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി പിന്നെ ഞാൻ കുറെ പിന്നെ പണിപ്പെടേണ്ടി വന്നു. വെറുതെ ഫിത്തിന ഉണ്ടാക്കുകയാണ് ഓരോരുത്തര്. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നല്ല റാഹത്തുള്ള കുടുംബ ജീവിതമാക്കി തീർക്കട്ടെ. ഓരോരുത്തർ വെറുതെ ഫിത്തിന ഉണ്ടാക്കുകയാണ്. ഫിത്തിന ഉണ്ടാക്കാൻ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അതൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട വിഷയമൊന്നുമല്ല. അതിങ്ങനെ വിഷയം പറയുമ്പോ ഇങ്ങനെ അറിയാതെ വന്നു പോയതാ. ഏതായാലും അത് പോട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ആയത്തിന്റെ ശബ്ദം കുറച്ചു. ഖുർആനിലെ 4 ഭാര്യമാരെ കല്യാണം കഴിക്കാം എന്നുള്ള ആ ഭാഗം എത്തിയപ്പോൾ അവിടെ ഫാത്തിമ ബീവി ശബ്ദം കുറച്ചു. അലിയാര് തങ്ങൾ തൊട്ടടുത്തുണ്ട്. അപ്പൊ അലിയാര് തങ്ങൾക്ക് മനസ്സിലായി ഇത് ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ശബ്ദം കുറച്ച്. അപ്പൊ അലിയാര് തങ്ങൾ അവിടെ വിട്ടുകൊടുത്തില്ല. അലിയാര് തങ്ങൾ ഉടനെ പറഞ്ഞു, എന്റെ ഫാത്തിമക്ക് പകരം എന്റെ ഫാത്തിമ മാത്രം. ഫാത്തിമയോളം എത്താൻ ഒരാൾക്കും കഴിയില്ല. ഫാത്തിമ ബീവിക്ക് നല്ല ഉഷാറായി, സന്തോഷായി. ഞാൻ പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ കല്യാണം മറ്റൊരു കല്യാണം കഴിക്കുക എന്നുള്ളത് അത് വലിയ മോശത്തരായിരുന്നു. പിന്നീട് അത് അള്ളാഹുവിന്റെ ദീന് അനുവദിക്കാൻ പല കാരണങ്ങളുണ്ട്. അപ്പോ ഒരാൾക്ക് 4 വരെ കല്യാണം കഴിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എല്ലാ ഭാര്യമാരോടും നീതിപൂർവം പെരുമാറണമെന്ന് മാത്രം. എല്ലാ ഭാര്യമാരെടുക്കലും നീതി ഉണ്ടാകും. ഒരു ഭാര്യയുടെ ഒരു സ്വഭാവം എല്ലാം ഓക്ക് കൊടുക്കും, ഓളെല്ലാ സ്നേഹവും നൽകും, ഓളെ നന്നായി പരിപാലിക്കും. മറ്റേ ഭാര്യയ്ക്ക് യാതൊരു പരിഗണനയില്ല. അത് പറ്റൂല. 2 ഭാര്യമാരെ ഒരുപോലെ പരിഗണിക്കുകയാണെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലുള്ള പരിപാടിയാണ്. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട. അത് പറയുന്നത് തന്നെ സ്ത്രീകൾക്ക് ഇഷ്ടല്ല. ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല, എനിക്കൊരു വീട് ഇനി പട്ടിണി കിടന്നാലും സാരില്ല, ഒരു പെണ്ണിനത് സഹിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു നല്ല ജീവിതം അല്ലാഹു കൊടുക്കട്ടെ. എല്ലാവരുടെയും ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹാഷിം എന്നവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ മദീനയിൽ പോയപ്പോൾ അവിടെ ഒരു കല്യാണം കഴിച്ചു. അത് അള്ളാന്റെ ഖളാണ്. കാരണം ഈ നാട് പിന്നെ അറിയപ്പെടേണ്ടതും അവിടെ മുത്തുനബി വരേണ്ടതുമായ നാടല്ലേ. അപ്പൊ ഉപ്പാപ്പ നേരത്തെ പോയി മദീനയിൽ പോയിട്ട് ബനു നജ്ജാർ ഗോത്രത്തിലുള്ള അമ്ര എന്നവരുടെ മകൾ സൽമ എന്നവരെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേരാണ് അതെ ഷൈബ. ആ കുട്ടിക്കാണ് സൽമ ബീവി ഷൈബ എന്ന് പേരിട്ടത്. അങ്ങനെ മക്കയിൽ വളരുകയാണ് ഷൈബ. മദീനയിൽ വളരുകയാണ്. മദീനയിൽ ഉമ്മാന്റെ അടുക്കൽ വളരുകയാണ്. പിന്നീട് ഉമ്മ മരണപ്പെട്ടു. ഹാഷിം എന്നവര് സിറിയയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് ഒരു അഭിപ്രായം. വേറൊരു അഭിപ്രായം അവര് ഫലസ്തീനിൽ വെച്ച് ഗസയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ്. ഏതായിരുന്നാലും അല്ലാഹു അഅലം. സിറിയയിൽ വെച്ച് വഫാത്തായി എന്നതിന് തെളിവുകളുണ്ട്. നൂറുൽ ഹലബിയ, തബഖാത്തുൽ ഇബ്നു സഅദ്, സീറത്തു സയ്യിദുൽ ബഷർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ അവിടുന്ന് സിറിയയിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്ന് കാണാം. ഏതായിരുന്നാലും അല്ലാഹു അഅലം. അങ്ങനെ ഉപ്പ മരണപ്പെട്ടല്ലോ. പിന്നെ ഉമ്മാന്റെ അടുക്കലാണ് ജീവിക്കുന്നത്. ഷൈബ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബ്. ഈ ഷൈബ എന്നവര് ഉമ്മാന്റെ അടുക്കൽ ജീവിക്കുകയാണ്. മദീനയിൽ ജീവിക്കുകയാണ്. ഉമ്മ പരിപാലിക്കുകയാണ്. ഹാഷിമി എന്നവര് ഉപ്പ മരണപ്പെട്ടു പോയി. ഹാഷിമി എന്നവര് മരണപ്പെട്ടപ്പോ മക്കയിലാണല്ലോ ഹാഷിം എന്നവരുടെ കുടുംബക്കാര് മൊത്തമുള്ളത് മക്കയിലാണ്.
ആ മക്കയിൽ അവർ കുടുംബക്കാരേക്ക് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ പിന്നീട് ആണ് എല്ലാവർക്കും അറിയില്ല, മക്കത്തെ എല്ലാവർക്കും അറിയില്ല, ഇങ്ങനെ ഹാഷിം എന്നവര് മദീനയിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അവിടെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നൊന്നും ആർക്കറിയില്ല. മക്കയിലുള്ള ആർക്കും അറിയില്ല. ആകെ കുടുംബക്കാർക്ക് മാത്രം ഒരു ന്യൂസ് കിട്ടി, ഇങ്ങനെ ഒരു കല്യാണം ഹാഷിം എന്നവര് മദീനയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് എവിടേക്ക് കൊണ്ടുവരണം? മക്കയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് മുത്തലിബ് എന്നവര് സഹോദരന്റെ കുടുംബത്തിലേക്ക് പോകുന്നത്. സഹോദരനായ ഹാഷിം, മുത്തലിബിന്റെ സഹോദരനായ ഹാഷിം, ആ ഹാഷിമിന്റെ കുടുംബം മദീനയിലാണല്ലോ, ഭാര്യയുടെ കുടുംബം. ആ കുടുംബത്തിലേക്ക് മുത്തലിബ് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അതാ മദീനയിലെത്തുന്നു. മുത്തലിബ് എന്നവര് മദീനയിലെത്തുമ്പോ ഹാഷിം എന്നവരുടെ മകനെ കാണുകയാണ്, സഹോദരന്റെ മകനെ കാണുകയാണ്. നല്ല സുമകനായ മോന്, നല്ല കാണാൻ ഭംഗിയുള്ള മോന്, നല്ല ചന്തമുള്ള മോന്. ആ ഷൈബ എന്ന് പറയുന്ന മോനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പിന്നീട് മക്കയുടെ ഭരണാധികാരം, മക്കയുടെ എല്ലാ അവകാശങ്ങളും കൈമാറാനുള്ള ഏറ്റവും നല്ല, അത് ഏറ്റെടുക്കാനുള്ള കഴിവുള്ള മോനാണ് ഈ ഷൈബ എന്ന് പറയുന്ന മോന്. അതുകൊണ്ട് ഈ മകനെ മക്കയിലേക്ക് കൊണ്ടുപോകണം. മക്കയിലെ നിയമം എന്താണെന്ന് വെച്ചാൽ, മക്കയുടെ ഭരണാധികാരിയായ ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ ആ ഭരണം അടുത്തത് കൈമാറുക സ്വന്തം സഹോദരനിലേക്കാണ്, മക്കളിലേക്കല്ല, സഹോദരനിലേക്കാണ് ആ ഭരണം മാറുക. അപ്പൊ ഹാഷിം എന്നവര് മരണപ്പെട്ടപ്പോൾ ആ ഭരണാധികാരം പൂർണ്ണമായി കൈമാറിയത് മുത്തലിബ് എന്ന സഹോദരനാണ്. അപ്പൊ ആ മുത്തലിബ് എന്ന് പറയുന്ന സഹോദരൻ മദീനയിലേക്ക് വരുന്നു. ആരെ കൂട്ടാൻ വേണ്ടി? ഷൈബ എന്ന് പറയുന്ന മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ വലിയ ആഗ്രഹമായി. ആ ആഗ്രഹം എന്ത് ചെയ്യും, എങ്ങനെ കൊണ്ടുപോകും? എല്ലാം പോയിട്ട് ഉമ്മയായ സൽമാ ബീവിയോട് പറഞ്ഞു, സൽമാ ബീവി, നിങ്ങളുടെ മകനായ ഷൈബയെ നമുക്ക് മക്കയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഏയ് പറ്റൂല, അവനിക്ക് ബാപ്പയൊന്നുമില്ല, ഉമ്മാന്റെ അമ്മമാരടുക്ക് ജീവിക്കുകയാണ്. ഉമ്മയുടെ സഹോദരന്മാരായ ബനു നജ്ജാർ ഗോത്രത്തിലെ അമ്മോവന്മാരെടുക്കൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ഈ മകനെ ഷൈബയെ ഇവിടെ തന്നെ വളർത്തണം. അവസാനം മുത്തലിബ് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. സൽമാ ബീവിയുടെ മുന്നിൽ വിശദീകരിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ മക്കയുടെ ഭരണാധികാരം എന്റെ വഫാത്തിന്റെ ശേഷം എനിക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഈ ഷൈബ എന്ന് പറയുന്ന മോനാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ മക്കയിലേക്ക് പറഞ്ഞേക്കാതിരിക്കരുത്. എന്തായാലും മക്കയിലേക്ക് പറഞ്ഞേക്കണം. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ സൽമാ ബീവിയുടെ മുന്നിൽ മുത്തലിബ് വിശദീകരിച്ചു കൊടുത്തു. അവസാനം ഉമ്മാന്റെ സമ്മതത്തോടുകൂടെ ഷൈബ എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് പോവുകയാണ്. സംഭവ ബഹുലമായ ഒരു ചരിത്രപരമായ ഒരു പശ്ചാത്തലം അതിനുണ്ട്. കാരണം മക്കയിൽ ആർക്കും അറിയില്ല ഹാഷിം എന്നവര് മദീനയിൽ ഒരു കല്യാണം കഴിച്ചിട്ട് അതിലൊരു മകനുണ്ട് എന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ഈ തറവാട്ടുകാരായ ഹാഷിം,
വലിയ തറവാട്ടുകാരാണല്ലോ, ഖുറൈശി പ്രമുഖന്മാരാണല്ലോ, മുത്തുനബിയുടെ ഉപ്പാപ്പയാണല്ലോ, വലിയ തറവാടിത്തമുള്ളവരാണല്ലോ. ആ തറവാടിത്തമുള്ളവരായ ഹാഷിം എന്ന് പറയുന്ന മുത്തുനബിയുടെ ഉപ്പാപ്പ മദീനയിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിലൊരു കുട്ടിയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് മക്കക്കാരറിഞ്ഞാൽ അതൊരു ഐബ് കേടാണ്, അതൊരു മോശത്തരാണ്. അപ്പൊ അവരുടെ മുന്നിൽ ഇത് ഹാഷിമിന്റെ മോനാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതിനെന്താ ഒരു വഴി? ഏതായിരുന്നാലും രണ്ടും കൽപ്പിച്ച് മുത്തലിബ് എന്നവര് ഷൈബ എന്ന് പറയുന്ന മോനയുമായിട്ട് മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, ഇത് ആരാണ്? നല്ലൊരു സുമുഖനായ ഒരു ചെറിയ കുട്ടിയെ കാണുകയാണ്, ചെറിയ പ്രായമുള്ള ഒരു മോനെ കാണുകയാണ്. ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇത് ഹാഷിമിന്റെ മോനാണെന്ന് പറയാൻ പറ്റൂല. ഹാഷിമിന്റെ മോനാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവർ കുടുംബത്തിന് മോശമാണ്. മദീനത്ത് പോയി വേറെ കല്യാണം കഴിച്ചിനല്ലേ, അതിലുണ്ടായ മോനാണല്ലേ. കളിയാക്കാൻ വേണ്ടി കാത്തിക്കുന്ന വലിയൊരു കൗമ ആ മക്കയിൽ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ പെട്ടെന്ന് ഈ മകനാണ്, അവിടെ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് എൻ്റെ സഹോദരനായ ഹാഷിം, മദീനത്ത് പോയി ഒരു കല്യാണം കഴിച്ചിന്, ആ കല്യാണത്തിൽ ഉണ്ടായൊരു കുട്ടിയാണിത് എന്ന് പെട്ടെന്ന് അവിടെ പറയാൻ പറ്റൂല. അതൊരു നാണക്കേടാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതിനെന്താ ഒരു പരിഹാരം? പെട്ടെന്ന് പറഞ്ഞു, ഇതെന്റെ അടിമയാണ്, ഇതെന്റെ അടിമയാണ്. അങ്ങനെയാണ് ആ കുട്ടിക്ക് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വരുന്നത്. അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലുള്ള ആ ഒരു അടിമത്വമല്ല, മറിച്ച് മുത്തലിബാകുന്ന ഈ മുത്തലിബിന്റെ അടിമ, അഥവാ ഉപ്പയുടെ സഹോദരനായ മുത്തലിബിന്റെ അടിമ അബ്ദുൽ മുത്തലിബ് എന്നൊരു പേര് അന്ന് മക്കക്കാര് വിളിച്ചതാണ്. ഷൈബയാണ് പേരെങ്കിലും എല്ലാവരുടെ അടുക്കലും അബ്ദുൽ മുത്തലിബായി അറിയപ്പെട്ടു. എല്ലാവരും അങ്ങനെയാ വിളിക്കുന്നത്, അബ്ദുൽ മുത്തലിബ്. പിന്നീട് ആ ഷൈബ എന്ന പേര് ആരും അത് അറിയപ്പെട്ടിട്ടേ ഇല്ല, എല്ലാവർക്കും അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ പരിലാളനയിൽ, അബ്ദുൽ മുത്തലിബിന്റെ പരിഗണനയിൽ അതാ മക്കയിൽ വളരുകയാണ്. ആര്? മുത്തലിബിന്റെ പരിഗണനയിൽ വളരുകയാണ് അബ്ദുൽ മുത്തലിബ്. മുത്തലിബ് എന്ന ഉപ്പാന്റെ സഹോദരന്റെ എല്ലാ പരിഗണനയിലും മക്കയിൽ വളരുകയാണ് ഈ ഷൈബ എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബ്. സുബ്ഹാനല്ലാഹ്. ഇതെന്റെ സഹോദരൻ ഹാഷിമിന്റെ മകനാണ്, ഷൈബയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ പരിഗണിച്ചില്ല. ആളുകൾ അന്ന് മുതലേ അബ്ദുൽ മുത്തലിബ് എന്നാണ് വിളിച്ചത്. മഹാനവറുകള് ആ മഹാനായ അബ്ദുൽ മുത്തലിബിനെ ആളുകള് ഷൈബത്തുൽ ഹംദ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഷൈബത്തുൽ ഹംദ് അങ്ങനെ ആളുകൾ വിളിക്കുക. അബ്ദുൽ മുത്തലിബിനെ ആളുകൾ വേറൊരു പേര് വിളിക്കാറുണ്ടായിരുന്നത് ഷൈബത്തുൽ ഹംദ് എന്നാണ്. അഥവാ നല്ല ഗുണഗണങ്ങൾ ഒത്തിണങ്ങിയ വ്യക്തിയായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒന്നിലും അബ്ദുൽ മുത്തലിബ് പെട്ടുപോയില്ല. കള്ള് ഒഴുകുന്ന നാടായിരുന്നു മക്ക. മതാവന്മത്തന്മാരായി നടക്കുന്ന ഒരു കാലഘട്ടം, AD 6-ാം നൂറ്റാണ്ട്. എല്ലാ തെമ്മാടിത്തരങ്ങളും, എല്ലാ വൃത്തികേടുകളും, എല്ലാ അരാജകത്വങ്ങളും കൊടികുത്തി വാണിയിരുന്നൊരു കാലഘട്ടം, AD 6-ാം നൂറ്റാണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഷൈബത്തുൽ ഹംദിന്റെ ഭാഗത്ത് നിന്ന് ഒരൊറ്റ അങ്ങനെയുള്ള ഒരു കച്ചറകളും ഉണ്ടായില്ല. മുത്തുനബിയുടെ ഉപ്പാപ്പയല്ലേ, ആ കുടുംബ പരമ്പര മുഴുവനും നല്ലതായിരുന്നു. മുത്തുനബിയുടെ ഉപ്പാപ്പ, അവിടുത്തെ ഉപ്പാപ്പ, അങ്ങനെ ആ ഉപ്പാപ്പ ഇങ്ങനെ ചെന്നാൽ
എല്ലാ ഉപ്പാപ്പമാരും നല്ലവരായിരുന്നു. 140 വയസ്സ് വരെ അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്നു. 140 വയസ്സ്. ഈ 140 വയസ്സ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവര് ജീവിച്ചിട്ട് ജാഹിലിയ്യ കാലത്തുണ്ടായ ഒരു കള്ളുകുടിയോ ഒരു ബിംബാരാധനയോ ഒന്നും ഈ അബ്ദുൽ മുത്തലിബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പഠിക്കണം നമ്മൾ, വിശാലമായി മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി വരേണ്ട ഒരു വഴിയെ സംശുദ്ധമായിട്ടാണ് പറഞ്ഞയച്ചത്. എല്ലാവരും നല്ലവരായിരുന്നു, സുമുഖന്മാരായിരുന്നു. ആ വഴികൾ തന്നെ വളരെ മനോഹരമായ വഴിയായിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തില് ജീവിച്ചിട്ട് കള്ളു കുടിച്ചിട്ടില്ല, ബിംബാരാധന നടത്തിയിട്ടില്ല എന്ന് ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി മഹാൻ തന്നെയല്ലേ? അള്ളാഹുവിൽ വിശ്വസിച്ചു, വേറെ ഒരു ബിംബാരാധനയിലും വിശ്വസിച്ചില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാനും പാടില്ല. മുത്തുനബിയുടെ ഉപ്പാപ്പയല്ലേ. അവരെ കുറിച്ച് ആളുകൾ പലതും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. വിഷയം പഠിക്കുമ്പോൾ 140 വയസ്സ് ജീവിച്ചു. ഇത്രയും കാലം ഒരാൾ ജീവിക്കാം. ആ ജീവിതത്തിന്റെ ഇടയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപാലിക്കുക. അബ്ദുൽ മുത്തലിബിന് 18 മക്കളാണ്. ആ 18 മക്കളിൽ 13 ആണുകളാണ്, 6 പെൺമക്കളാണ്. അബ്ദുൽ മുത്തലിബിന്റെ ആൺമക്കളാണ് ഹാരിസ്, കുസം, അബൂ ത്വാലിബ്, സുബൈർ, അബ്ദുൽ കഅബ്, മുഖവ്വം, ഹജ്ല്, ളിറാർ, അബൂ ലഹബ്, ഗൈദാബ്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹു. ഇവരിൽ മുത്തുനബിക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ ജീവിച്ചിരുന്നത് 4 ആളുകൾ മാത്രമാണ്. 13 ആൺമക്കളിൽ മുത്തുനബിയുടെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒഴിച്ച് ബാക്കി 12 പേരും എളാപ്പമാരുമാണ്. ഈ എളാപ്പമാർ ഇവരിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുമ്പോൾ ജീവിച്ചിരുന്ന 4 ആള് മാത്രമേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. അബൂ ത്വാലിബ്, അബൂ ലഹബ്, സയ്യിദന അബ്ബാസ്, സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹു. 2 പേര് വിശ്വാസികളും 2 പേര് അവിശ്വാസികളുമായി മാറി. ചിന്തിക്കണം. മുത്തുനബിയുടെ എളാപ്പന്മാരിൽ 2 ആളുകൾ അവിശ്വാസികളായി മാറി, 2 ആളുകൾ വിശ്വാസികളായി മാറി. അള്ളാഹുവിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ ഖളാൻ. നമ്മൾ അതിലൊന്നും അഭിപ്രായം പറയരുത്. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം തരട്ടെ. യാ റബ്ബ് യാ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരൻ കൂടിയാണ് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. കാരണം 2 പേരും സുവൈബത്തുൽ അസ്ലമിയ, അവരുടെ മുലപ്പാല് കുടിച്ചിട്ടുണ്ട്. മുലകുടി ബന്ധമുള്ളവരാണ് മുത്തുനബിയും സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പൊ മുത്തുനബിയുടെ ഒരു സഹോദരനാണെന്ന് തന്നെ പറയാം. അങ്ങനെയാണല്ലോ, മുലകുടി ബന്ധമുള്ളവരെ തൊട്ടാൽ ഒളു മുറിയുകയില്ലല്ലോ, അവരെ കല്യാണം കഴിക്കാനും പറ്റൂല. മുലകുടി ബന്ധമുള്ളത് വലിയ ബന്ധമാണ്. ഏതായിരുന്നാലും മുത്തുനബിയുടെ ഒരു സഹോദരനാണെന്ന് പറയാം സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹുവിനിക്ക് വലിയ മഹത്വമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അവരുടെ ഹളറത്തിൽ ചെന്നിട്ട് മുത്തുനബിയുടെ അടുക്കലേക്ക് ചെന്നാൽ വളരെ പെട്ടെന്ന് ഇജാബത്തുണ്ടാകും, ആ സിയാറത്ത് മഖ്ബൂലാകും. സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ
അള്ളാഹിന്റെ റസൂലിന്റെ അവരുടെ എന്ത് പേരിൽ പാരായണം ചെയ്യുന്ന മുത്തനബിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അവരുടെ ബന്ധം അങ്ങനെയാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബ് അവരുടെ മക്കളാണ്, പെൺമക്കളാണ്. അതേ, ബീവി സഫിയ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹക്കീം, ആതിക, ഉമൈമ, അർവ, ബർറ. ഈ 6 പേരുണ്ട്, 6 പെൺമക്കളുണ്ട് അബ്ദുൽ മുത്തലിബിന്. 6 പെൺമക്കളുണ്ട് അബ്ദുൽ മുത്തലിബിന്. ഈ 6 പെൺമക്കളിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് കൂടിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹക്ക് മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. മഹദി അവറുകള് ഖന്തക് യുദ്ധത്തിൽ സമരക്കാരെ സഹായിക്കാൻ വേണ്ടി പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണാം. 73-ാമത്തെ വയസ്സിലാണ് സഫിയ ബീവി ലോകത്തോട് വിട പറയുന്നത്. ജന്നത്തുൽ ബഖീലാണ് സഫിയ ബീവിയുടെ ഖബറുള്ളത്. അർവ, ആതിക, ഉമൈമ എന്നീ മക്കൾ ഇസ്ലാമിലേക്ക് വന്നതായി ചില മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആതിക ബീവി ബദർ യുദ്ധം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് മുശ്രിക്കുകൾ ബദറിൽ പരാജിതരാകുമെന്ന് സൂചിപ്പിക്കുന്ന സ്വപ്നം കാണുകയും അത് വിളംബരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട അബൂജഹല് ശത്രുപക്ഷത്തായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കി പറഞ്ഞുവത്രേ, നിങ്ങളുടെ കൂട്ടത്തില് പെണ്ണ് പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെട്ടല്ലോ. വലിയ ചരിത്രമാണ്. അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവര് വലിയ ദുആഇന് ഇജാബത്തുള്ള ആളായിരുന്നു അത്ര. കാരണം മുത്തുനബിയെ പരിഗണിക്കാനും മുത്തുനബിയെ പരിപാലിക്കാനും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് വലിയ തൗഫീഖ് തന്നെയല്ലേ, അത് വലിയ ഭാഗ്യമല്ലേ. സുബ്ഹാനല്ലാഹ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, ഖളാ പ്രകാരമാണ് ആ മഹത്തായ മദീനയിലുള്ള ജനനവും പിന്നീട് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വരവും പിന്നീട് ആ മക്കയിൽ നിന്ന് അവിടുത്തെ മകന്റെ മകനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് പലായനം ചെയ്യണമെന്നതുമെല്ലാം അല്ലാഹുവിന്റെ മുൻകൂട്ടിയുള്ള ഖളാണ്, തീരുമാനപ്രകാരമാണ്. അബ്ദുൽ മുത്തലിബിനെ മുത്തലിബ് പാകപ്പെടുത്തിയെടുത്തു. അബ്ദുൽ മുത്തലിബിനെ മുത്തലിബ് പാകപ്പെടുത്തിയെടുത്തു. കാരണം ഈ മക്കയുടെ ഭരണാധികാരം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് നീങ്ങേണ്ടത്, എല്ലാ കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. മക്കയിലെ എല്ലാ കാര്യങ്ങളും അബ്ദുൽ മുത്തലിബിനെ പറഞ്ഞ് എല്ലാം പഠിപ്പിച്ചു. അന്ന് അബ്ദുൽ മുത്തലിബിന്റെ ഷൈബയുടെ പ്രായം 8 വയസ്സായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആളുകൾക്ക് മനസ്സിലായി, ആദ്യമൊക്കെ
ഇത് അബ്ദുൽ മുത്തലിബാണ്, മുത്തലിബിന്റെ അടിമ എന്ന പേരിലാണ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് ഇത് ഹാഷിമിന്റെ മകനാണ് എന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി, ബോധ്യമായി. അങ്ങനെയാണ് മുത്തലിബ് അതേ പിന്നീട് മക്കയുടെ ഭരണാധികാരം ഏറ്റെടുക്കുന്നത്. ഇത് നമ്മുടെ തറവാട്ടുകാരനാണ്. യഥാർത്ഥത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരന്മാരിലേക്കാണ് ഭരണാധികാരം പോകുന്നതെങ്കിലും ഇവിടെ മുത്തലിബിന്റെ സഹോദരനായ ഹാഷിമിന്റെ മകനായ ഷൈബത്തുൽ ഹംദിനെ ഭരണാധികാരം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മക്കയുടെ ഭരണാധികാരിയായി മക്കയിലെല്ലാവർക്കും വലിയ വലിയ അംഗീകാരമുള്ളയാളായി, എല്ലാവർക്കും സുസമ്മതനായി മക്കയിൽ വളരുന്നു. എല്ലാവരും വിളിച്ചത് അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെയാണ്. ഷൈബ എന്ന് വിളിക്കാൻ ആരും തയ്യാറായില്ല. എല്ലാവർക്കും ഇഷ്ടാണ്, വലിയ ഇഷ്ടായി. എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ മുത്തലിബ് മരണപ്പെട്ടു. മുത്തലിബ് മരണപ്പെട്ടപ്പോൾ ഭരണാധികാരവും മക്കയുടെ ചെങ്കോല് വഹിക്കുന്ന ഉത്തരവാദിത്വവും അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലേക്ക് വരികയാണ്. അങ്ങനെയാണ് പിന്നീട് അബ്ദുൽ മുത്തലിബ് ആ ബന്ധത്തിൽ അവർക്കുണ്ടായ മോനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുകയാണ്. ഒരുപാട് കല്യാണ ആലോചനകൾ വന്നിരുന്നു. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വിഷയം അവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ വലിയ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് മക്കയുടെ ഭരണാധികാരിയായി വാഴുകയാണ്. എല്ലാവർക്കും സുസമ്മതനാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നീണ്ട 140 വർഷക്കാലം അബ്ദുൽ മുത്തലിബ് ജീവിച്ചപ്പോൾ അവരുടെ നല്ല പെരുമാറ്റം, അവരുടെ ഭരണത്തിലുള്ള വൈദഗ്ധ്യം, അവരുടെ സത്യസന്ധത, അവരുടെ വിശ്വാസദാർഢ്യം എല്ലാം കാരണം ആളുകൾക്കിടയിൽ അവിടത്തോട് വലിയ മതിപ്പായിരുന്നു. വിഷമിക്കുന്ന ആളുകളെ കൈപിടിച്ചു, അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി. ഒരു സംഭവം മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അബ്ദുഷംസ് എന്ന് പറയുന്ന ആളുടെ പുത്രൻ ഉമയ്യ, അവരുടെ പുത്രൻ ഹർബ്, അവരെ അബ്ദുൽ മുത്തലിബിന്റെ ഉറ്റ സ്നേഹിതനായിരുന്നു. അങ്ങനെ ഒരു ജൂതനോട് ഈ ഹർബ് എന്ന് പറയുന്നയാള്, അഥവാ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത ഫ്രണ്ട്, അടുത്ത സുഹൃത്ത്, ഒരു അന്യായം കാണിച്ചു, ഒരു അക്രമമുണ്ടായി. അങ്ങനെ ആ സുഹൃത്തിനെ അബ്ദുൽ മുത്തലിബ് കൈയൊഴിഞ്ഞു. അന്യായം കണ്ടാൽ പിന്നെ അവരുടെ കൂടെ കൂടരുതല്ലോ. ഒരാളുടെ ഭാഗത്ത് അന്യായം കണ്ടവന് അവരുടെ ഭാഗത്ത് കൂടാൻ പാടില്ല, സത്യത്തിന്റെ ഭാഗത്ത് നിലനിൽക്കണം. അന്യായമുണ്ടായപ്പോ സുഹൃത്തിനെ ഒഴിവാക്കി. അല്ലാ, ആ ജൂതനായ വ്യാപാരി മക്കയിൽ ഇങ്ങനെ വ്യാപാരം ചെയ്ത് പണമുണ്ടാക്കുന്നത് ദുഷ്ടനായ ഹർബിന് ഇഷ്ടപ്പെട്ടില്ല. ഈ ഹർബിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ജൂതനെ വലിയ പൈസക്കാരനാകുന്നതും വലിയ പണക്കാരനാകുന്നതും. അങ്ങനെ ഹർബ് ഒരു കാര്യം ചെയ്തു, ഈ ജൂതനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഹർബിന്റെ ഒത്താശയോടെ
അവര് ജൂതനെ കൊന്ന് പണമെല്ലാം കൈപ്പറ്റി. ജൂതനെ അങ്ങോട്ട് കൊന്ന്. ഹർബിന്റെ ആളുകൾ ജൂതനെ കൊന്നു. കൊന്നിട്ട് കൊലയെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വരുന്നില്ല. അപ്പൊ ഇത് അബ്ദുൽ മുത്തലിബ് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ജൂതനാണ്, മരണപ്പെട്ടത് ജൂതനാണ്. പക്ഷെ ഈ കൊന്നതാരാണ് എന്ന് ആർക്കും അറിയുന്നില്ല. അബ്ദുൽ മുത്തലിബിന് ഇത് നിർബന്ധമായി കൊന്ന ആളെ കണ്ടുപിടിക്കണം. അതിന് എല്ലാ പണിയെടുത്തു. ആരാണ് ഹർബിന് ഇത് പങ്കിടുന്ന തെളിഞ്ഞാൽ ഈ കൊലപാതകിയെ തെളിയിക്കാൻ വേണ്ടി ഏത് അയലത്ത് പോകാനും ഞാൻ തയ്യാറാണ്. കാരണം മക്കയുടെ ഭരണാധികാരിയാണല്ലോ. അപ്പൊ മക്കയിൽ ഒരു ജൂതൻ മരണപ്പെട്ടാൽ ഈ മരണപ്പെട്ടത് എങ്ങനെയാണ്, ആരാണത് കൊന്നത് എന്ന് അബ്ദുൽ മുത്തലിബിന് അറിയണം. അതിന് എവിടെ പോകാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ മക്കയിലെ കോടതിയില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ നുഫൈൽ ഇബ്നു അബ്ദുൽ ഇസ്സയുടെ അടുത്ത് പോയി. അങ്ങനെ ആ ജൂതന്റെ അനന്തരാവകാശികൾക്ക് ഹർബാണ് എന്ന്, ഈ ജൂതനെ കൊന്നത് ഹർബാണ് എന്നറിഞ്ഞപ്പോ ഹർബിന്റെ സ്വത്തിൽ നിന്ന് 100 ഒട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് ഈ ജൂതനായ ആളുകളുടെ കുടുംബത്തിന് വാങ്ങിച്ചു കൊടുത്തു. ഒറ്റ ഒന്നുപോലും നഷ്ടപ്പെടാതെ ആ സ്വത്ത് മുഴുവനും ഈ ജൂതന്റെ കുടുംബത്തിന് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഈ കേസ് നടത്തുന്ന സമയത്ത് അതിനാവശ്യമായ സ്വത്ത് മഹാനവറുകൾ തന്റെ കയ്യിൽ നിന്ന് എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും സ്വന്തം ജീവിതം നന്നായി ശ്രദ്ധിച്ച് എല്ലാവരാലും സത്യത്തിന്റെ കൂടെ നീതിയുടെ കൂടെ നിന്ന മഹാനാണ് അബ്ദുൽ മുത്തലിബ്. സംഭവ ബഹുലമായ ഒരുപാട് ചരിത്രങ്ങളാണ്. പിന്നീട് സംസം കിണർ കണ്ടെത്തിയതും അബ്ദുൽ മുത്തലിബാണ് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് വലിയൊരു സംഭവല്ലേ. മക്കയില് ഇങ്ങനൊരു കിണറുണ്ട് എന്നറിയാം. ആ കിണറ് മൂടിക്കിടക്കുകയായിരുന്നു. ആ കിണർ ഇന്നാലിന്ന സ്ഥലത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത് മഹാനായ അബ്ദുൽ മുത്തലിബിനാണ്. അബ്ദുൽ മുത്തലിബാണത് സ്വപ്നം കണ്ടത്. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിലാണ് ഇന്നാലിന്ന സ്ഥലത്താണ് പരിശുദ്ധമായ സംസം കിണർ ഉള്ളത് എന്ന് മഹാനവറുകൾക്ക് ഉത്തരവ് കിട്ടുന്നു. സ്വപ്നം കാണുകയാണ്. നിങ്ങൾ സംസം ഒന്നാമത്തെ ദിവസം സ്വപ്നം കാണുന്നു. താങ്കള് ബറ എന്ന് പറയുന്ന സ്ഥലം കുഴിക്കുക, ബറ കുഴിക്കുക. അങ്ങനെ എവിടെയാണ് എന്താണ് ബറ എന്ന് ചോദിക്കുമ്പോ സ്വപ്നം ഇങ്ങനെ പോയി മറഞ്ഞുപോയി. സ്വപ്നം കണ്ടെടുത്തുനിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ബറ എന്ന എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വപ്നം പോയി. അപ്പൊ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് തന്നെ ഉറങ്ങാണ്. അപ്പോൾ വീണ്ടും സ്വപ്നം കാണുകയാണ്. നിങ്ങൾ മഗ്ലൂന എന്നത് കുഴിക്കണേ.
ഇപ്പൊ എന്താണ് മദ്ലൂന? മദ്ലൂന കുഴിക്കാനാ പറയണത്. അപ്പൊ പിന്നെയും ചോദിച്ചു എന്താണ് മദ്ലൂന? സ്വപ്നത്തിൽ ചോദിക്കുകയാണല്ലോ. അപ്പൊ അതിന് ഉത്തരം കിട്ടുമ്പോഴേക്ക് ആ സ്വപ്നം പോയി. അങ്ങനെയൊക്കെ സ്വപ്നം കാണാറുണ്ട് അല്ല? എന്തൊക്കെ സ്വപ്നം കാണാറുണ്ട്? വലിയ സ്വർണത്തിന്റെ മാല ഇങ്ങനെ അണിഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറിൽ നടക്കുന്ന ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ആ കല്യാണൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടവരുണ്ട്. പലതും സ്വപ്നം കണ്ടവരുണ്ടാവും. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് അത് ഉഷാറായി ഇങ്ങനെ വരുമ്പോഴേക്ക് അതാ വർക്കെന്ന് നടന്നല്ല. റബ്ബേ, എന്തൊക്കെ സ്വപ്നം കണ്ട് ദുബായിലേക്ക് എത്തി, അല്ലെങ്കിൽ മക്കയിലേക്ക് എത്തി, മദീനയിലേക്ക് എത്തി ഒക്കെ കണ്ടിങ്ങനെ നല്ല റാഹത്തിലാണ് എത്തി നിൽക്കുന്നതൊക്കെ അപ്പോഴാ വർക്ക് ഉണർന്നത്. ചിലപ്പോ നല്ല സ്വപ്നം ഇങ്ങനെ കാണുമ്പോഴേക്ക് വേറെ ആൾ വിളിക്കണത്. നല്ല ഉഷാറുള്ള നല്ല സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിളിക്കുക. അപ്പൊ അയാളുടെ ദേഷ്യം, റബ്ബേ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടുണ്ടായിരുന്നു, നീയാണല്ലോ നോക്കിയത്. ഏതായിരുന്നാലും അങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഓരോരുത്തർ കാണാറുണ്ട്. ആ സ്വപ്നത്തിന്റെ ഇടയിൽ ഓരോരുത്തർ എഴുന്നേറ്റ് പോകാറുണ്ട്. ഇവിടെ മഹാനായ അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുന്നു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, കുഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അതാ മൂന്നാമത്തെ ദിവസവും കിടന്നുറങ്ങുമ്പോ സ്വപ്നം കാണുന്നു, നിങ്ങള് സംസം കുഴിക്കുക. അപ്പൊ പിന്നെ എവിടെയാണ് സംസം? എവിടെയാണ് സംസം എന്ന് അറിയണ്ടേ? മക്കയിലെ കഅബയുടെ സമീപത്ത് സംസം ഉണ്ട് എന്നറിയാം. പക്ഷെ ആ സംസം എവിടെയാണ് എന്ന് ആർക്കും അറിഞ്ഞൂടാ. അവിടെ ഉണ്ട് എന്നറിയാം, എവിടെയാന്ന് അറിഞ്ഞൂടാ. അപ്പോഴാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് വീണ്ടും അതാ ആ സ്വപ്നത്തെ കുറിച്ച് ചിലരോട് ചോദിച്ചു. ഇവിടെ ഒരു സംസം കിണറുണ്ടല്ലോ, അതെവിടെയാണെന്ന് കൃത്യമായി നിർണയിച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ, ആർക്കും അറിഞ്ഞൂടാ എവിടെയാണെന്ന്. അപ്പൊ ചിലര് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ കിടന്നുറങ്ങുക, സത്യമാണെങ്കിൽ ആ സന്ദേശം സത്യമാണെങ്കിൽ ഇനിയും ആ സ്വപ്നം വരും. ആ സ്വപ്നത്തില് എവിടെയാണ് അതിന്റെ സ്ഥലമെന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ വീണ്ടും കിടന്നു. അന്ന് രാത്രി ഉറങ്ങുമ്പോ അതാ വീണ്ടും വരുന്നു, ഒരു സന്ദേശം വരികയാണ്, സ്വപ്നം കാണുകയാണ്, സംസം കുഴിക്കുക. ഒരു ആക്ഷേപവും നിങ്ങൾക്കുണ്ടാവുകയില്ല. അത് നിങ്ങളുടെ പിതാമഹന്മാരുടെ പൈതൃക സ്വത്താണ്. അതുകൊണ്ട് അതൊരിക്കലും വറ്റിപ്പോകാത്ത ഒരു വലിയ നീരുറവയാണ്. അത് നിങ്ങൾ കുഴിക്കണേ. എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ ആ സ്ഥലത്ത് കന്നുകാലികൾ കാഷ്ടവും രക്തവും കൂടിക്കിടക്കുന്നുണ്ട്. ആ കിണറുള്ള സ്ഥലത്ത് കന്നുകാലികളുടെ കാഷ്ടമുണ്ട്, അവരുടെ രക്തം കട്ടക്കിടക്കുന്നുണ്ട്. ചുവന്ന കാലുള്ള കറുത്ത നിങ്ങൾക്ക് കാക്ക, ചുവന്ന കാലുള്ള ഒരു കറുത്ത കാക്ക അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. ഈ മക്കയുടെ സമീപത്ത്, കഅബന്റെ സമീപത്ത്, ഈ കഅബ ഉംറ ചെയ്യാൻ വരുന്ന, തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അവര് കഅബന്റെ സമീപത്ത് വന്നിട്ട് ഈ ഒട്ടകത്തിനെയും അതുപോലെ തന്നെ നാൽക്കാലികളെയും അറുക്കാൻ പറ്റിയതിനൊക്കെ അറുത്ത് അവര് തിന്നിട്ട് അതിന്റെ വേസ്റ്റ് അവിടെ ഇട്ടിട്ട്, അതിന്റെ രക്തവും വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് അവര് പോകുമായിരുന്നു. ഇന്നിപ്പോ കഅബനടുത്ത് പോയാൽ അതൊന്നും കാണൂല. കഅബനടുത്ത് നല്ല മാർബിൾ ഇട്ടിട്ട് മനോഹരമാക്കിയിരിക്കുകയല്ലേ. ഒരു കാലഘട്ടത്തിൽ കഅബന്റെ സമീപത്ത് ആളുകൾ താമസിച്ചിരുന്നു, ആളുകൾ കിടന്നുറങ്ങിയിരുന്നു, മത്താഫിൽ താമസിച്ചിരുന്നു, മത്താഫിൽ കിടന്നുറങ്ങിയിരുന്നു.
ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമായി വിനീതൻ മക്കയിലേക്ക് പോകുമ്പോ മക്കയുടെ കഅബന്റെ സമീപത്ത് കുറെ പടികൾ ഉണ്ടായിരുന്നു. ആ പടികളിൽ ഇരിക്കാൻ നല്ല റാഹത്തായിരുന്നു. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ചുറ്റും മക്കയുടെ ചുറ്റും കഅബന്റെ ചുറ്റും സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പുകളിൽ ഇരുന്നിട്ട് ആരെയും ബുദ്ധിമുട്ടുണ്ടാവൂല, ഒരു മുത്തവയും വരൂല, ഒരു പോലീസും വരൂല. അവിടെ ഇങ്ങനെ ഇരിക്കാമായിരുന്നു. ഇഹ്റാമിന്റെ ഡ്രസ്സും ഇട്ടിട്ട്, ഇനി ഏത് ഡ്രസ് ഇട്ടാലും കുഴപ്പമില്ല, അവിടെ കയറിയിരിക്കാമായിരുന്നു. ആ പടിയിലിരുന്നിട്ട് ഇങ്ങനെ കഅബ നോക്കാൻ വല്ലാത്തൊരു ആനന്ദമായിരുന്നു. ഇന്ന് പടിയില്ലല്ലോ, പടിയൊക്കെ പൊളിച്ചു കളഞ്ഞ് ഇപ്പൊ മുഴുവനും മത്താഫാക്കി. മുമ്പ് അവിടെ നല്ല പടികളുണ്ടായി. ആ പടികളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഅബ നോക്കാൻ വല്ലാത്തൊരു ആനന്ദമായിരുന്നു. ഓരോ കാലഘട്ടങ്ങളിൽ കഅബയുടെ കാലഘട്ട സമീപത്ത് ഓരോ സന്ദർഭങ്ങളായിരുന്നു. അന്ന് ആളുകൾ വന്ന് അവിടെ താമസിക്കും, അവിടെ തന്നെ അർക്കും, അവിടെ തന്നെ തിന്നും, അവിടെ തന്നെ വേസ്റ്റ് ഇട്ടിട്ട് പോകും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഹാനവറുകള് ആ സ്വപ്നം ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അതാ സ്ഥലം കാണാൻ വേണ്ടി പോയി. അവിടെ ഇങ്ങനെ നിരീക്ഷിച്ചപ്പോ അതാ ആളുകൾ അറുക്കുന്ന ബലിമൃഗമുണ്ടായിരുന്നല്ലോ. അള്ളാഹുവിന് വേണ്ടി അറുക്കുന്ന ബലിമൃഗം അത് കഅബന്റെ അടുത്ത് തന്നെ അറുക്കായിരുന്നു. കഅബന്റെ അടുത്ത് തന്നെ അറുത്തിട്ട് അവിടെ തന്നെ അതിന്റെ വേസ്റ്റും അതിന്റെ രക്തമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ ബലിമൃഗത്തെ അറുത്തിട്ടുണ്ട്. അതിന്റെ രക്തവും അതിന്റെ അതേപോലെ തന്നെ അതിന്റെ കാഷ്ടവുമെല്ലാം അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ആ സ്ഥലം കണ്ടു മഹാനവറുകൾ. അപ്പോഴാണ് ഒരു ചുവന്ന കാലുള്ള കറുത്ത കാക്ക അവിടെ എത്തിയിട്ട് കൊത്തി തിന്നുന്നു. അപ്പൊ സലേന്ന് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി. കണ്ടതുപോലെ തന്നെ ഒരു ചുവന്ന കാലുള്ള കറുത്ത കാക്ക അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ നിന്നൊരു കറുത്ത ചുവന്ന കാലുള്ള ഒരു കാക്ക കൊത്തി തിന്നുന്നുണ്ട്. അപ്പ അബ്ദുൽ മുത്തലിബിന് ബോധ്യമായി, ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണ്, ഞാൻ കണ്ട സ്വപ്നം സത്യമാണ്. അങ്ങനെയാണ് മകനായ ഹാരിസിനെയും കൂട്ടി, മൂത്ത മകനാണല്ലോ ഹാരിസ്, ആ ഹാരിസ് എന്നവരെയും കൂട്ടി. അന്ന് മക്കളായി ഹാരിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ മക്കൾ ഉണ്ടായിരുന്നില്ല. ആ ഹാരിസിനെയും കൂട്ടി മക്കയുടെ സമീപത്ത് വരുന്നു. എന്നിട്ടിങ്ങനെ അവരിങ്ങനെ പോകുമ്പോ ആളുകൾ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? നമ്മൾ സംസം കിണർ കുഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഉത്തരവ് എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അങ്ങനെ മുത്തലിബിനെ സഹായിക്കാൻ, അബ്ദുൽ മുത്തലിബിനെ സഹായിക്കാൻ വേറൊരാളും രംഗത്ത് വന്നില്ല. അല്ലാഹു ആ സൗഭാഗ്യം അബ്ദുൽ മുത്തലിബിന് മാത്രം കിട്ടണമെന്നത് റബ്ബിന്റെ തീരുമാനമായിരുന്നു. അത് മഹാനവറുകൾ ആഗ്രഹിച്ചതുമാണ്. ഇതിന്റെ കൂലി എനിക്ക് മാത്രം കിട്ടണം. അങ്ങനെ 3 ദിവസം അവരെ ആ സ്ഥലത്ത് കുഴിച്ചു. കുഴിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോ കുഴിയിൽ ഉറവ പ്രത്യക്ഷപ്പെട്ടു. ഇത് കേട്ടപ്പോ അള്ളാഹുവിനെ തക്ബീർ ചെയ്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ആ വിളി ഇങ്ങനെ കേട്ടപ്പോ ഖുറൈശികൾ ഇങ്ങനെ ഓടിക്കൂടാൻ തുടങ്ങി. എല്ലാരും ഇങ്ങനെ ഓടിക്കൂടി. ഓ അബ്ദുൽ മുത്തലിബേ, ഇത് വലിയ അത്ഭുതമായല്ലോ. ഇത് നിങ്ങളുടെ സ്വത്ത് തന്നെയാണ്. നിങ്ങളുടെ പിതാമകനായ ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ ഉറവയാണിത്. ഇതിൽ ഞങ്ങൾക്കും അവകാശം വേണം
എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടായി. അപ്പോ സംസം എന്ന് പറയുന്ന കിണറ് അത് വീണ്ടും പുനര് ആളുകളുടെ മുന്നിൽ അത് തുറന്നു കൊടുത്തത്, അതിനുള്ള അവസരം അള്ളാഹു നൽകിയ മഹാനാണ് അബ്ദുൽ മുത്തലിബ്. മാഷാ അല്ലാഹ്. ആ അബ്ദുൽ മുത്തലിബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ പൊറുത്തു തരണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പൊറുത്തു തരട്ടെ. അല്ലാഹു കൊടുക്കുന്ന വലിയ തൗഫീഖാണ്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് മക്കൾ ജനിക്കുന്നു. അതിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തുനബിയുടെ ബാപ്പയായ അബ്ദുള്ള എന്നവർ ജനിക്കുന്നത്. അങ്ങനെ അവർ മാമിന ബീവിയെ കല്യാണം കഴിക്കുന്നു. അതിൽ മുത്തു റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നു. സംഭവ ബഹുലമായ ഒരു വലിയ ചരിത്ര പശ്ചാത്തലത്തെ എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.